ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബനാറസി സാരീസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. അതിലേക്ക് ഇതുപോലെ ചാർക്കോൾ ജെറി വിവിങ് ആണ് ഇതിലേക്ക് പോകുന്നത്. ബോഡിയിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ മാങ്ങ ഡിസൈൻസ് ആണ് പോകുന്നത്. ബോർഡർ വരുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ബോർഡർ, ഒരുപാട് വീതിയില്ല, ഒരു തീർത്തും ചെറുതുമല്ല, എല്ലാവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട്. ഏത് ചിലർക്കൊക്കെ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ വലിയ ബോർഡർ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബോർഡറാണ്. നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന ബോർഡർ. മെറ്റീരിയൽ ആണെങ്കിലും ജോർജറ്റ് ബനാറസിയാണ്. നമുക്ക് എവിടെ സാരി കൊടുത്താൽ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഒരു ദൂരയാത്രയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വെച്ചാൽ അവിടെ അങ്ങനെ ഇരിക്കുന്ന മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. മുന്താണി ഇതാ ഇതുപോലെ വരുന്നു. അതിലേക്കും ഹെവി ആയിട്ട് ആ ഒരു വീവിങ് പോകുന്നുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബോഡിയിൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു ബൂട്ട വീവിങ് പോകുന്നതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡറിലേക്ക് നമുക്ക് സ്റ്റീവെന്റിലേക്ക് ഇതുപോലെ ഒരു ബോർഡറും കൊടുക്കുന്നുണ്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 1340 ആണ് കേട്ടോ. ആ ഒരു പ്രൈസിൽ നമുക്ക് വളരെ നല്ല ഭംഗിയായിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാത്ത നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇങ്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ഇതൊക്കെ. ഫേസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഉടുത്ത് കഴിയുമ്പോൾ ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ്. മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരും. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ഷെയ്ഡിലേക്കാണ്. ഇങ്ങനെ വരുന്നു. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ്. ഇങ്ങനെയാണ് വരുന്നത്. കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെ വരുന്നു. മുന്താണി ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബോഡി പ്ലെയിൻ ആയിട്ടും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് പിങ്ക് കളർ ഷെയ്ഡ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡുകളാണ്. എങ്ങനെയാണ് വരുന്നത്? എന്ത് നല്ല നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ബോർഡേഴ്സ്, ആ ഒരു ബൂട്ട വിവിങ് നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് തന്നെ വരും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോക്ക് ബ്ലൂ കളർ ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു. എല്ലാം സെയിം ആണ് കേട്ടോ. കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസത്തിൽ വരുന്നുള്ളൂ. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു പിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലും നല്ല ഡാർക്ക് ഷെയ്ഡാണ്. കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ഷെയ്ഡ്. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെയാണ്. ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നു. അതുപോലെ ബോർഡറിലേക്ക് സ്ലീവെന്റിലേക്ക് ബോർഡറും കൊടുക്കുന്നുണ്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 1340 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.